കുട്ടികളാവാത്തവർക്ക് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള സെഗ്മെന്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും? പ്രധാനമായിട്ടും സ്പെർം അനാലിസിസ്. ലാബിലുള്ള ഒരു ടെക്നീഷ്യനാണ് സെമൻ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മെഷീനിലോട്ട് ഒരു സ്പെർം ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ അതിനെ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഓട്ടോമേറ്റഡ് സെമൻ അനാലിസിസ് മെഷീൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സാധുത തെളിയിക്കപ്പെടുന്നതേ ഉള്ളൂ. ബട്ട് ഓട്ടോമേഷൻ സ്റ്റാർട്ടഡ് ഇൻ ഓട്ടോമേറ്റഡ് ഇക്സി എന്ന് വെച്ചാൽ ഒരു റോബോട്ടിക് ഇക്സി എന്ന് പറയും. നമ്മൾ ഒരു എഗ്ഗിനോട്ട് ഒരു സ്പെർം കുത്തിവെക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ അഥവാ ഇക്സി എന്ന് പറയുന്നത്. ഇതിനെ നമുക്കിപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എംബ്രിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്കിൽഫുൾ ആവുന്ന ഒരു ഡോക്ടർ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഇക്സി എന്നുള്ളത്. അതിനെ റോബോട്ടിക് ഹാൻഡ്സോടെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. മേ ബി ഒരു 5 or 10 years ഡൗൺ ദ ലൈൻ റോബോട്ടിക് ഇക്സി ആയിരിക്കും നമ്മൾ ഇനി കാണുക. അതേപോലെ തന്നെ നമ്മൾ ലാബറട്ടറിയിൽ ഡിഷ് പ്രിപ്പയർ ചെയ്യുക, അതിനെല്ലാം റോബോട്ടിക് ആം. ഒരു റോബോട്ടിന്റെ ഒരു ആം ആയിരിക്കും നമ്മൾ ഇതിലെ ഓരോ സാധനത്തിലും ഇത്ര ഡ്രോപ്പ് ഒഴിക്കുക, ഇത്ര മില്ലി ലിറ്റർ, ഇത്ര മൈക്രോ ലിറ്റർ ഒഴിക്കുക. അപ്പോൾ അവിടെയൊക്കെ പ്രിസിഷൻ വളരെ ക്ലിയർ ആവും. അതേപോലെ തന്നെ ഓട്ടോമേഷൻ വ്യക്തമാകുന്നതാണ് നമ്മൾ ഭ്രൂണം കൾച്ചർ ചെയ്യുന്ന ഒരു സെറ്റപ്പ്. നമ്മളൊരു ഇൻക്യുബേറ്ററിനകത്ത് ഭ്രൂണം കൾച്ചർ ചെയ്യുമ്പോൾ ആ ഭ്രൂണത്തിന്റെ വളർച്ച നമ്മളൊരു ക്യാമറയിലൂടെ പകർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നും ആ ഭ്രൂണം എങ്ങനെ നല്ല വിധത്തിൽ ഡിവൈഡ് ചെയ്യുന്നു, അതിലുണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ അനലൈസ് ചെയ്യുക, അത് ഹെൽത്തി ഭ്രൂണമാണോ എന്ന് മനസ്സിലാക്കുക, ക്വാളിറ്റിയുള്ള ഭ്രൂണത്തെ തിരഞ്ഞെടുത്ത് ആ ഭ്രൂണത്തെ നിക്ഷേപിക്കുക. അങ്ങനെ ഓട്ടോമേഷൻ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ശാസ്ത്ര ശാഖയെ തന്നെ വിപ്ലവകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ പലപ്പോഴും ആർട്ടിഫിഷ്യൽ വോംബ് വെച്ചാൽ ഒരു വാടക ഗർഭപാത്രത്തിന് പകരം ആർട്ടിഫിഷ്യൽ വോംബ് എന്നുള്ള ഒരു സയന്റിഫിക് റിയാലിറ്റി അറ്റ്ലീസ്റ്റ് ഹ്യൂമൻസിൽ വന്നിട്ടില്ലെങ്കിലും ആനിമൽ ഹസ്ബൻഡറിയിലൊക്കെ പ്രാവർത്തികമാവാനുള്ള പഠനങ്ങളും അതിന്റെ പ്രാരംഭ ദിശകളും തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചർ ഈസ് ഓൾവേസ് ബ്രൈറ്റ് ഇൻ ടേംസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി.